പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് മാർച്ച് 28 ശനി. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 35 വാക്യം. യേശു കണ്ണുനീർ വാർത്തു. നാം ഇന്ന് ധ്യാനിക്കുവാൻ പോകുന്നതായ വചനം വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ചെറിയ വചനമാണ്. യേശു കണ്ണുനീർ വാർത്തു. എന്നാൽ അതിൽ ഒളിഞ്ഞിരിക്കുന്നത് ഏറ്റവും ആഴമുള്ളതായ ദൈവിക സത്യമാണ്. സർവശക്തനായ ദൈവപുത്രൻ, മരണത്തെ ജയിക്കുവാൻ പോകുന്നവനായ യേശു ക്രിസ്തു, ലാസറിനെ ഉയർപ്പിപ്പാൻ അധികാരമുള്ളവനായ കർത്താവ് എന്തിന് കരഞ്ഞു? കാരണം അവൻ നമ്മെ കാണുമ്പോൾ വെറും പ്രശ്നങ്ങൾ കാണുന്നില്ല, അവൻ നമ്മുടെ ഹൃദയം കാണുന്നവന്. നമ്മുടെ കണ്ണുനീരിനെ കാണുന്നതിൽ മാത്രം നിൽക്കുന്നില്ല, അത് അനുഭവിക്കുന്നവന്. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ദേശം നമ്മോട് പറയുന്നു, നമ്മുടെ വേദനയിൽ ദൈവം നമ്മോടൊപ്പം കരയുന്നു. മാർത്തയും മറിയയും അവരുടെ സഹോദരനായ ലാസറിന്റെ മരണത്തിൽ തകർന്നു നിൽക്കുമ്പോൾ യേശു ആ ഭവനത്തിലേക്ക് എത്തുന്നു. അവനുടനെ അത്ഭുതം ചെയ്യുന്നില്ല, പകരം ആദ്യം ചെയ്യുന്നത് അവരോടൊപ്പം കരയുന്നു. അതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് വളരെ വ്യക്തമാണ്. ദൈവം പ്രശ്നം പരിഹരിക്കുന്നതിന് മുൻപ് ഹൃദയം സ്പർശിക്കുന്നു. അവൻ ആദ്യം നമ്മുടെ വേദനയിൽ പങ്കാളിയാകുന്നു, പിന്നെ അത്ഭുതം പ്രവർത്തിക്കും. സഭാപിതാക്കന്മാര് ഇതിനെ വളരെ ആഴത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ജോൺ ക്രിസോസ്റ്റം പറയുന്നു, യേശുവിൻ്റെ കണ്ണുനീർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ തെളിവാണ്. മനുഷ്യന്റെ ദുഃഖത്തെ അവൻ ഒരിക്കലും അവഗണിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഇത് നമ്മിൽ പലരും വ്യത്യസ്തമായ വേദനകളിലൂടെ കടന്നു പോകുന്നവരാണ്. ദൈവം അകലെ നിൽക്കുന്ന ഒരു ദൈവമല്ല, നമ്മുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ദൈവമാകയാൽ അവൻ നമ്മുടെ നഷ്ടങ്ങളിൽ, നമ്മുടെ വേദനകളിൽ നമ്മോടൊപ്പം ആയിരിക്കുന്നവന്. നമ്മിൽ ചില ആളുകള് ആരും മനസ്സിലാക്കുന്നില്ല എന്ന തോന്നലിലുള്ളവരാ. ചിലർ ഒറ്റപ്പെട്ടതിൻ്റെ ഭാരം അനുഭവിക്കുന്നവരാ. എന്നാൽ നമുക്കുറപ്പായി ഓർക്കാം, നാം ഒരിക്കലും ഒറ്റയ്ക്കല്ല. നാം കരയുമ്പോൾ നമ്മോടൊപ്പം കരയുന്നവനായ യേശുവുണ്ട്. നമ്മുടെ ഓരോ കണ്ണീരും ദൈവത്തിൻ്റെ ഹൃദയത്തിൽ പതിക്കുന്നു. നമ്മുടെ വേദന ദൈവത്തിന് അജ്ഞാതമല്ല. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് പറയാം, ദൈവത്തിൻ്റെ കണ്ണീർ മനുഷ്യൻ്റെ ആശ്വാസമാണ്. കരയുന്ന ദൈവം നമ്മെ രക്ഷിക്കുന്നവനായ ദൈവമാണ്. വേദനയിൽ പങ്കാളിയായ ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണീർ വെറും ദുഃഖത്തിൻ്റെ അടയാളമല്ല, അതൊരു പ്രാർത്ഥനയാണ്. ദൈവം നമുക്കായി കരയുമ്പോൾ നമ്മുടെ ജീവിത കഥ മാറി തുടങ്ങുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാൻ സാധിക്കും, യേശു കരഞ്ഞത് ദുർബലതയുടെ അടയാളമല്ല, അത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അവൻ കരഞ്ഞതിന് ശേഷം എന്താണ് സംഭവിച്ചത്? അവൻ ലാസറിനെ ഉയർപ്പിച്ചു. അതുതന്നെയാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കുക. ദൈവം ആദ്യം നമ്മുടെ വേദനയിൽ പങ്കാളിയാകും, പിന്നെ നമ്മുടെ ജീവിതം അത്ഭുതകരമായി മാറ്റിമറിക്കും. അതിനാൽ നമുക്കുറപ്പായി വിശ്വസിക്കാം, കണ്ണീർ അവസാനമല്ല, അത്ഭുതത്തിൻ്റെ തുടക്കമാണ്. കണ്ണുനീരിലും നിരാശപ്പെടാതെ പ്രത്യാശയോടുകൂടെ ആയിരിക്കുവാൻ ഇവിടെ ആഹ്വാനം ലഭിക്കുകയാണ്. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ കണ്ണീരിൽ പങ്കാളിയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയവേദനകൾ നീ അറിയുന്നുവല്ലോ. ഞങ്ങൾ പറയാതെ ദുഃഖങ്ങൾ പോലും നീ കേൾക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കണ്ണുനീരിൽ നീ കൂടെയുണ്ടെന്ന ബോധ്യം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തകർന്ന മനസ്സുകളെ ആശ്വസിപ്പിക്കണമേ. വേദന ഞങ്ങളെ ശക്തരാക്കണമേ. നഷ്ടങ്ങളിൽ പ്രത്യാശ നൽകണമേ. ഇരുട്ടിൽ വെളിച്ചമാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.